വചനസാരം വചനസാരം. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, 2024 നവംബർ 21 ബോം ജീസസ് ബസലിക്കയുടെ അങ്കണത്തിലൂടെ വീണ്ടും അഭൗതിക ശരീരം കടന്നു പോവുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിത്യതയിലേക്ക് യാത്രയായി സ്വർഗത്തിൽ നമുക്ക് വിളക്കായി മാറിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക ശരീരമാണത്. തിരുസഭ നാളെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിടത്തു നിന്ന് ഈ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലമെന്ന ചോദ്യത്തിന് ഉത്തരവുമായാണ് അയാൾ തൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നത്. അതിൻ്റെ ഒരു പ്രതിഫലം എന്നോണം നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ ശരീരം അഴുകാതെ കാക്കപ്പെടുകയാണ്. ഇവിടെയാണ് നമുക്കും ഫ്രാൻസിസ് സേവ്യറിനും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നത്. ചവിട്ടാത്ത വീതി എന്നർത്ഥത്തിൽ ഇംഗ്ലീഷിലൊരു കവിതയുണ്ട്. ഒരു കവലയിൽ വെച്ച് പല വഴികളിൽ നിന്നൊരാൾ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അതിലൂടെ നടക്കുമ്പോൾ വിട്ടുപോകുന്ന മറ്റേ വഴിയിൽ എന്തൊക്കെയാണെന്ന് ഓർത്തോർത്ത് അയാൾക്ക് സങ്കടം താങ്ങാനാവുന്നില്ല. അങ്ങനെ അയാൾ തൻ്റെ വഴിയിലെ സൗന്ദര്യം കാണാതെയും സൗരഭ്യം അറിയാതെയും പോകുന്നു. ഇതൊന്നും എൻ്റേതല്ലെന്ന ധ്യാനത്തിൽ മാത്രമേ ഈ നിമിഷം അർത്ഥപൂർണമായി ജീവിക്കാനാവൂ. ഞാനും എൻ്റെ ജീവനുമായി ബന്ധപ്പെട്ടതൊക്കെ നീ തെളിച്ചു നൽകിയ നാളങ്ങളാണ്. അങ്ങനെയെങ്കിൽ തെളിച്ച് നിനക്കറിയാം ഏത് കാറ്റിലും അവയെ എങ്ങനെ അണയാതെ കാക്കണമെന്ന്. അത്തരമൊരു പ്രകാശത്തിൽ ഹൃദയം ദീപ്തമാവുകയും അതിരങ്ങളിൽ നിന്ന് സ്തോത്രഗീതങ്ങൾ ഉയരുകയും തൻ്റെ ജീവിത വഴിത്താരയെ കണ്ടെത്തുകയും ചെയ്തതുകൊണ്ടാണ് ഫ്രാൻസിസ് സേവ്യർ ഇന്ന് അനശ്വരനായി തുടരുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിനും ക്രിസ്തുവിനെ കുറിച്ച് മാത്രം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന വഴികളിൽ അവനെന്ന ദീപനാളത്തെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കാനാവുമ്പോൾ നമ്മുടെ ജീവിതവും ക്രിസ്തുവിൻ്റേതുപോലെ അനശ്വരമായി തീരുകയാണ്. ഈ ഒരു അനശ്വരതയ്ക്ക് വേണ്ടി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വചനസാരം വചനസാരം.